Srikrishna College for Healthcare and Media Studies. VWalk Medical Lab Nursing Diploma Paramedical കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. സ്വകാര്യ ബസ് തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന സംസ്ഥാന സർക്കാരിൻ്റെ അശാസ്ത്രീയ നടപടികൾ തിരുത്തി ബസ് വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്ന് BMS തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവങ്കിടം. BMS ബസ് തൊഴിലാളികൾ തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ നടത്തിയ പട്ടിണി സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് ഈ മേഖലയെ ആശ്രയിക്കുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്തുണ്ടായ പല സംഭവവികാസങ്ങളും ഈ മോട്ടോർ മേഖലയ്ക്ക് വളരെയധികം ഗുരുതരമായ സുരക്ഷ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അധ്യക്ഷ പറഞ്ഞു, കൊറോണയ്ക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ ഏകദേശം 20,000 താഴെ വരുന്ന മോട്ടോർ വാഹനങ്ങൾ ബസ്സുകൾ നമ്മുടെ കേരളത്തിന്റെ നിരത്തുകളിൽ ഓടിയുണ്ട്. പക്ഷേ ഇന്ന് ആ സ്ഥിതി പരിശോധിക്കുമ്പോൾ ഏകദേശം 7,000-ഓളം വരുന്ന ബസ്സുകൾ മാത്രമാണ് ഈ കേരളത്തിന്റെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലെല്ലാം പൂർണ്ണമായും സർവീസ് നടത്തുന്നത്. ബദൽ സംവിധാനങ്ങൾ ഇല്ലാതെ സൗജന്യ ബസ് യാത്രാ പദ്ധതി നടപ്പിലാക്കിയത് മൂലം പൊതുഗതാഗത സ്വകാര്യ ബസ് മേഖല വൻ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അതിനാൽ സർക്കാർ പൊതുഗതാഗത മേഖലയിലെ വാഹനങ്ങൾക്ക് ഇന്ധന സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് ഈ മേഖലയെ നിലനിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വിപിൻ മംഗലം അധ്യക്ഷത വഹിച്ച സമരത്തിൽ യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഹരീഷ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ഭാരവാഹികളായ ജയൻ കോലാരി, സന്തോഷ് ചേലക്കര, NK മോഹനൻ, AC കണ്ണൻ, ശ്രീവാസ്, BMS തൃശൂർ മേഖലാ പ്രസിഡന്റ് MK നരേന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. You are watching VCV News.